ഇടീനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാതയമേ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് വായിക്കുന്ന ഒരു വാക്യമാണിത്. എല്ലാവർക്കും തന്നെ മനഃപ്പാഠമായിട്ട് അറിയാവുന്നൊരു വാക്യം കൂടി ആയിരിക്കും ഇത്. ഞാനും ഇത് പലവട്ടം വായിച്ചിട്ടുണ്ട്. പക്ഷെ പലവട്ടം വായിച്ചെങ്കിലും ഈ വാക്യം എന്നോട് സംസാരിച്ചത് ഒരു തവണയാണ്. ആ വാക്യം ഒന്നും കൂടെ എല്ലാവരും മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സാധാരണ ഒരു മനസ്സ് തകർന്ന് വിഷമിച്ചിരിക്കുന്ന ഒരാൾ, ഇപ്പം ഞാൻ മനസ്സ് തകർന്ന് വിഷമിച്ചിരിക്കുകയാണ്, എൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നത് എന്തിനായിരിക്കും? എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു എന്നെഴുതാതെ എന്തുകൊണ്ട് അവൻ രക്ഷിക്കുന്നു എന്നെഴുതി. അപ്പോൾ ഞാനത് കുറേ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ ആത്മീയ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ മാമനാണ്. മാമൻ ഇന്ന് ലോകത്തെല്ലാം മാറ്റപ്പെട്ടു പോയി. അപ്പോൾ മാമൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്: നിങ്ങളോടൊരു വചനം സംസാരിക്കുകയാണെങ്കിൽ, ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും പറയും ഇന്ന് എന്നോടൊരു വചനം ഇടപെട്ടു. അത് ചിലപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കാണുന്ന ഒരു വചനം അത് എടുത്ത് വായിക്കുന്നതായിരിക്കും. പക്ഷേ വചനം ശരിക്കും നമ്മളോട് സംസാരിക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പം ഞാനും ഇത് പലതവണ വായിച്ചതാണ് ഈ സങ്കീർത്തനം. എങ്കിലും എന്നോട് ഇത് സംസാരിച്ചത്, എനിക്ക് ഒരേ ഒരു തവണയാണ് ഈ ഒരു സംശയം തോന്നിയത്: എന്തുകൊണ്ട് ദൈവം അവിടെ ആശ്വസിപ്പിക്കുന്നു എന്നെഴുതാതെ രക്ഷിക്കുന്നു എന്ന് എഴുതിയെന്ന്. അപ്പോൾ മാമൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്: ഒരു വചനം നിങ്ങളോട് ഇടപെട്ടാൽ നിങ്ങൾ ആ വചനത്തോട് ചോദ്യം ചോദിക്കുക. അപ്പോൾ ആ വചനം നിങ്ങൾക്ക് തിരിച്ച് മറുപടി നൽകും. അപ്പം ഞാൻ ദൈവത്തോട് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു: ദൈവമേ, എന്തുകൊണ്ട് മനസ്സ് തകർന്നവരെ നീ ആശ്വസിപ്പിക്കുന്നു എന്നെഴുതാതെ രക്ഷിക്കുന്നു എന്നെഴുതി? അപ്പം ഓരോ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പം അതിനകത്ത് നിന്ന് ആദ്യം വന്നൊരു ചോദ്യം: മനസ്സ് തകരുന്നത് എപ്പോഴായിരിക്കും? മനസ്സ് തകരുമ്പോഴാണ് ആശ്വാസം വരുന്നത്, രക്ഷ വരുന്നത്. പക്ഷേ മനസ്സ് തകരാനുള്ള കാരണം എന്തായിരിക്കും? നമ്മുടെ മനസ്സ് പലപ്പോഴും വേദനിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്ന എപ്പോഴായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, രോഗങ്ങൾ, അനർത്ഥങ്ങൾ ഇതെല്ലാം വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് തകരും. അതിപ്പോൾ എന്ത് പ്രശ്നം വന്നാലും കല്ലുപോലെ നിൽക്കുവാണ് എന്ന് പറയുന്ന ഒരാളുണ്ടാവില്ല. എല്ലാവർക്കും ഒരു വീക്ക് പോയിൻ്റ് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തളർന്നു പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ടോട്ടലി ബ്ലാങ്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവരുടെ ജീവിതത്തിലും വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ സങ്കടമോ കഷ്ടമോ ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് തകരുന്നു. മനസ്സ് തകരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും ക്ഷീണിക്കുന്നു. ഇപ്പം ഞാൻ പീഡിയാട്രിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികളുടെ ഡോക്ടർ കൂടെയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് കുട്ടികൾ വരുമ്പം ജലദോഷവും ചുമയും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഡോക്ടർ പരിശോധിക്കും, ചെസ്റ്റൊക്കെ നോക്കിയിട്ട് പറയും ചെസ്റ്റിലൊന്നുമില്ല, ചെസ്റ്റ് ക്ലിയർ ആണ്. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ജലദോഷമുണ്ട്, ചുമയുണ്ട്, പക്ഷേ ചെസ്റ്റിലേക്ക് ഇത് ഇറങ്ങിയിട്ടില്ല, വൈറൽ ഇൻഫെക്ഷനാണ്, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. എന്നിട്ട് ഡോക്ടർ അവരോടൊരു കാര്യം പറയും: വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം, കൊച്ചിനെ ഒരാഴ്ചത്തേക്ക് സ്കൂളിലേക്ക് വിടരുത്. എന്താണെന്ന് വെച്ചാൽ ആ വൈറൽ ഇൻഫെക്ഷൻ്റെ സമയത്ത് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അപ്പം അതിലും വലിയത് കയറി അടിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആ സമയത്ത് കയറി അടിക്കുമ്പോൾ അത് നമ്മുടെ ചെസ്റ്റ് ഇൻഫെക്ഷനായിട്ട് മാറും. അതുകൊണ്ട് വൈറലാണെന്നും പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടരുത്. വൈറൽ വന്നാലും ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വിടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും അനർത്ഥങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തകരുന്നു, നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നു. ഈ അവസരത്തിൽ എന്താ സംഭവിക്കുക? ശത്രു നമ്മളോട് പോരാടും. നമ്മൾ തകർന്നിരിക്കുകയാണ്, നമുക്ക് മര്യാദയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഉപവസിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും, ഇപ്പം എനിക്കങ്ങനെ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഒരു നിമിഷമെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ തളർന്നിരിക്കുന്ന ആ സമയത്തായിരിക്കും ശത്രു നമ്മളോട് പോരാടുന്നത്. നമ്മളത് അറിയുന്നില്ല. പക്ഷേ നമ്മൾ ആ വന്നിരിക്കുന്ന അനർത്ഥത്തോട് അതിൽ ദുഃഖിച്ച് അതിൽ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജീവന് വേണ്ടിയിട്ട് ശത്രു അത് പോരാടുന്ന ഒരു സമയമുണ്ട്. ഇനി നമ്മൾ ആ വായിച്ച വാക്യത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനും കൂടി വായിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സ് തകരുന്നത് എപ്പോഴാണ്? അനർത്ഥങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ പുറത്തോട്ട് നോക്കുകയാണ്, രാത്രി നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഒരു കള്ളൻ നിൽക്കുകയാണ്. അപ്പോൾ കള്ളൻ നിൽക്കുന്നുണ്ട്, അയ്യോ കള്ളൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കുമ്പോൾ
നമ്മുടെ ദൈവം നമ്മളെ കരുതുന്നതാണ്. ആ കള്ളൻ നമ്മുടെ വീടിനകത്ത് കയറാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കുകയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ? വീടിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് എപ്പുറത്തോ കള്ളൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമകരമായ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനെ നോക്കി വിഷമപ്പെടുമ്പോഴും അതിനുള്ളിൽ കൂടി വ്യാപരിക്കുന്ന ഒരു ശത്രുവിന് മേൽ ജയം തരുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി നമുക്കൊരു വാക്യം വായിക്കാം. ഇയ്യോബ് 21:30. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് നമ്മളോട് പോരാടുന്ന ഒരു ശത്രു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളത് തിരിച്ചറിയുന്നില്ല. പക്ഷേ ഇയ്യോബ് 21:30 പറയുന്നു, അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു. ഇത് നമ്മളാരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആ അനർത്ഥത്തെ നോക്കി വ്യസനിച്ചിരിക്കുമ്പോഴും നമ്മുടെ പ്രാണന് വേണ്ടി പോരാടുന്ന ആ ശത്രുവിൻ്റെ മേൽ ആ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു നമ്മൾ അറിയുന്നില്ല. അപ്പോൾ സങ്കീർത്തനം 41:1 കൂടെ വായിക്കാം. അപ്പോൾ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അനർത്ഥത്തിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുമെന്നല്ല, ഒരു പടി കൂടി കടന്ന് ഞാൻ പറയുകയാണ്, അനർത്ഥം വരുമ്പോഴും നമ്മൾ തകർന്നിരിക്കുന്ന വേളയിലും നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി പോരാടുന്ന ആ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുന്നു. അതുപോലെ നമുക്ക് മറ്റൊരു വാക്യം കൂടി അതിനോട് ചേർത്ത് വായിക്കാം. സങ്കീർത്തനം 27:5. അപ്പോൾ എങ്ങനെയാണ് ശത്രു നമ്മുടെ അനർത്ഥ ദിവസം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം നമ്മളെ അനർത്ഥ ദിവസത്തിൽ അവൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നു, തിരുനിവാസത്തിൻ്റെ മറവിൽ മറച്ചുകൊള്ളുന്നു. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ട് ഭയപ്പെടുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു കൊള്ളുക. ആ പ്രതിസന്ധികൾക്കുള്ളിലും നമ്മുടെ പ്രാണനെ, നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടാതെ അതിനെ കരുതി ശത്രുവിനോട് എതിർത്ത് പോരാടിക്കൊണ്ട് നമ്മളെ കൂടാരത്തിൽ തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ദൈവജനം മറന്നു പോകരുത്. ആമേൻ, സ്തോത്രം. അപ്പം മനസ്സ് തകർന്നിരിക്കുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന പ്രതിസന്ധിയല്ല യഥാർത്ഥ പ്രതിസന്ധി. അതിനുള്ളിൽ നമ്മളെ തകർക്കുവാൻ നമ്മുടെ ശത്രു നമ്മളോട് പോരാടുന്ന ഒരു മണ്ഡലമുണ്ട്. പക്ഷെ നമ്മൾ അത് കാര്യം കാണുന്നില്ല. കാരണം എന്താ? നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും ദൈവം എന്ത് ചെയ്യുന്നു? ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ആ അനർത്ഥ ദിവസത്തിൽ നിന്ന് തൻ്റെ കൂടാരത്തിൽ നമ്മളെ മറച്ചുകൊണ്ട് അവൻ നമ്മളെ പരിപാലിക്കുകയാണ്. അതുപോലെ നമുക്ക് സങ്കീർത്തനം 71:20 കൂടെ ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 71:20. ആമേൻ. അപ്പോൾ നമുക്ക് ഓരോ അനർത്ഥങ്ങളും ഓരോ കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ അനർത്ഥം കഴിയുമ്പോഴും നമ്മൾ ഓരോ പുതിയതായുള്ളൊരു ജീവിതം, ഒരു പുതിയ ജനനമാണ് അവിടെ നടക്കുന്നത്. ഓരോ അനർത്ഥത്തിലും ശത്രു നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ അവിടെ പരിപാലിച്ച് നമ്മുടെ ജീവനെ കാത്തുകൊണ്ട് ഒരു പുതുജീവൻ, ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കരുതുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ശത്രുവിൻ്റെതായ പ്രതിസന്ധികൾ, അനർത്ഥങ്ങളൊക്കെ വരുന്ന ആ ഒരു വേളയുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം അനുവദിക്കുന്ന ചില കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ടും നമ്മുടെ മനസ്സ് തകരുന്ന ചില വേളകളുണ്ടാവും. ഇപ്പം നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുണ്ടാവും. പക്ഷേ അതിനകത്ത് ഞാനൊരു ഉദാഹരണമായിട്ട്, ഇപ്പോൾ അബ്രഹാമിനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ മകനായ ഇസഹാക്കിനെ എനിക്ക് യാഗം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് നമ്മൾ ഒന്നും കാണുന്നില്ല. അബ്രഹാം തിരിച്ച് എന്തെങ്കിലും ചോദിക്കുമോ? ദൈവമേ, ശരിക്കും ഞാൻ യാഗം കഴിക്കണോ എന്ന് ചോദിക്കും. ഒന്നും ചോദിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറയുന്നു. അടുത്ത ദിവസം അബ്രഹാം രാവിലെ എഴുന്നേറ്റ് യാഗം കഴിക്കാൻ പോകുന്നതാണ് കാണുന്നത്. നമുക്ക് യോഹന്നാൻ 5:6 വായിക്കാം. അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശു അവനോട് ചോദിച്ചതെന്താ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ തിരിച്ചു പറഞ്ഞതെന്താ? എന്നെ ഇവിടെ ഇറക്കാൻ ആരുമില്ല. അതാണോ യേശു അവനോട് ചോദിച്ചത്? നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പക്ഷെ അവനവിടെ എക്സ്പ്ലനേഷൻ പറയുകയാണ്, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, എന്നെ ഇറക്കാൻ ആരുമില്ല. പക്ഷെ നമ്മൾ അബ്രഹാമിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ പുത്രനെ എനിക്ക് യാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ദൈവമേ, ഞാൻ ശരിക്കും യാഗം കഴിക്കണമോ? ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് അബ്രഹാം പറഞ്ഞില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു സിറ്റുവേഷൻ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദേവദാസം എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ദൈവം നേരിട്ട് സംസാരിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ദേവദാസനിൽ കൂടി ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു എന്നിരിക്കട്ടെ. ഇപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ പോലെ ഒരു ആലോചന പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ദൈവദാസനോടും കൂടെ ഒന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ കേട്ടത് ദൈവശബ്ദം തന്നെയാണോ? ദൈവമേ, എനിക്ക് മാറിപ്പോയതാണോ? അങ്ങനെ ഒരു 2-3 ദൈവദാസന്മാരോടെങ്കിലും നമ്മൾ ചോദിക്കും. പക്ഷെ അബ്രഹാം വേറൊരാളോട് ചോദിച്ചതായിട്ട് അവിടെ കാണുന്നില്ല. അവൻ ദൈവത്തോട് രണ്ടാമതൊരു ചോദ്യം എടുത്ത് ചോദിച്ചതായിട്ടും അവിടെ കാണുന്നില്ല. അപ്പം അബ്രഹാം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞ അതുപോലെ തന്നെ അനുസരിച്ചു.
നമ്മളിപ്പം നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യത്തെ നാളുകളിൽ എന്തും ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു എന്ന്. ആദ്യം ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിച്ചിട്ടല്ല നമ്മളിൽ പ്രസാദിക്കുന്നത്, നമ്മളിൽ ആദ്യം പ്രസാദിക്കണം. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? ആ ജീവിതത്തെ നോക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ അനുസരണയോടെ നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കാനായിട്ട് ഇടയായിത്തീരും. റോമൻ 12:16 കൂടെ ഒന്ന് വായിക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ഒരു ദൈവം ഒരു കാര്യം സംസാരിച്ചാൽ, ഒരു ദൈവദാസനിൽ കൂടി ഒരു കാര്യം നമ്മളോട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനെ രണ്ടാമത് ഓവർ തിങ്ക് ചെയ്ത് അതങ്ങനെ തന്നെ ആയിരിക്കുമോ, ആ ദേവദാസൻ ഇനി അറിഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കുമോ, ഇതെല്ലാം ചിന്തിക്കാൻ പോകരുത്. നമുക്ക് തന്നെ നമ്മളൊരു ബുദ്ധിമാനായിട്ട് തോന്നരുത്. കുറച്ച് പ്രാർത്ഥിക്കുകയും കുറച്ച് ഉപവസിക്കുകയും 2 പ്രവചനമൊക്കെ പറയുക, 2 ദർശനമൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ എന്തോ ആയി എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരരുത്. നിനക്ക് തന്നെ നീ ബുദ്ധിമാനായി തോന്നരുത് എന്നാണ് സദൃശവാക്യം 3:7 പറയുന്നു, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ഇതൊന്നും ചെയ്തില്ല. അബ്രഹാമിൻ്റെ ബുദ്ധി വെച്ച് ചിന്തിക്കുകയോ എന്തെങ്കിലും ഒരു പോക്ക് വഴിയുണ്ടോ, അല്ലെങ്കിൽ അന്ന് രാത്രി മുഴുവൻ അബ്രഹാം ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നൊന്നും കാണുന്നില്ല. ദൈവമേ ഇത് മാറ്റി തരണേ, എൻ്റെ എന്തെങ്കിലും തെറ്റുകൊണ്ട് സംഭവിച്ചതാണെങ്കിൽ എൻ്റെ പൈതലിനെ എടുക്കല്ലേ, എന്നൊന്ന് മാറ്റി തരണേ, ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരണേ എന്നൊന്നും പറഞ്ഞ് അബ്രഹാം പ്രാർത്ഥിച്ചതായിട്ടോ അതിനെക്കുറിച്ച് സംസാരിച്ചതായിട്ടോ ഒന്നും നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ നിൻ്റെ പൈതലിനെ എനിക്ക് യാഗം കഴിക്കാന്ന് പറഞ്ഞു. അടുത്ത വചനം എഴുതിയിരിക്കുന്നത് അത് രാവിലെ അബ്രഹാം എഴുന്നേറ്റ് പോയി എന്നാണ് അതിനകത്ത് കാണുന്നത്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അബ്രഹാമിന് നേരത്തെ അറിയാമായിരുന്നു ദൈവം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ സമ്മതിക്കില്ല. ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ അത് എന്തായാലും ദൈവം യാഗം കഴിക്കണ്ടെന്ന് പറയും. ആ ഒരു വിശ്വാസത്തിലാണ് അബ്രഹാം പോയതെന്ന്. അപ്പം ഞാൻ അത് ആലോചിച്ചിട്ടുണ്ട്, അങ്ങനെ ദൈവത്തിന് അറിയാമെങ്കിൽ അപ്പോൾ പിന്നെ അബ്രഹാമിൻ്റെ ആ ഒരു വിശ്വാസത്തിന്, ആ ഒരു സമർപ്പണത്തിന്, അനുസരണത്തിന് എന്ത് വിലയുള്ളത്? അബ്രഹാമിന് ഇപ്പം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയണം, എനിക്ക് ഓൾറെഡി അതറിയാം, അപ്പം ഞാൻ ചെയ്യാൻ പോയാലും ദൈവം വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയുന്ന ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അതിനെന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്ത ആ സെക്കൻഡിൽ തന്നെ അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ ഹൃദയത്തിൽ ഇസഹാക്കിനെ യാഗം കൊടുത്തു കഴിഞ്ഞു. സങ്കീർത്തനം 62:11 കൂടെ ചേർന്നു, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുൾ ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. എന്തായിരിക്കും ഈ 2 പ്രാവശ്യം? ഒന്ന് കാത്, ഒന്ന് ഹൃദയം. നമ്മളെല്ലാവരും കാതുകൊണ്ട് കേൾക്കുമ്പോൾ അബ്രഹാം കാതുകൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും കേട്ടു. അതുകൊണ്ട് ദൈവം പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ അവൻ തൻ്റെ മനസ്സിൽ, തൻ്റെ ഹൃദയത്തിൽ തൻ്റെ പുത്രനെ യാഗം കഴിച്ചു. അതുകൊണ്ട് പിറ്റേ ദിവസം നടന്നത് ഒരു പ്രവൃത്തി ആണ്. അപ്പോൾ അബ്രഹാം രാവിലെ എഴുന്നേറ്റ് പോയി യാഗം കഴിക്കാൻ അവിടെ കൊണ്ടുചെന്നു. യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് കത്തി ഓങ്ങിയപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ്, ദൈവം അബ്രഹാമിനോട് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല? അബ്രഹാമേ നിൻ്റെ മകൻ്റെ മേൽ നീ കത്തി വെക്കരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പം ആ ഒരു സമയത്ത് ദൈവം പറഞ്ഞ അപ്പോൾ തന്നെ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ മകനെ യാഗം കഴിച്ചു. ദൈവം പറഞ്ഞ ആ നിമിഷം തന്നെ അപ്പൻ മകൻ എന്ന ബന്ധം അബ്രഹാം മാറ്റി. ഞാനും എൻ്റെ ദൈവവും എന്നുള്ള ബന്ധത്തിലേക്ക് അബ്രഹാം കടന്നു വന്നു. അതുപോലെ നമ്മളോടൊരു കാര്യം ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ നമ്മൾ എൻ്റെ വീട്, എൻ്റെ കുടുംബം അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞാനും എൻ്റെ ദൈവവും എന്നുള്ള ചിന്ത, ഞാനും എൻ്റെ ദൈവവും മാത്രം, അത് മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ എന്നും ഉള്ളൂ. കുടുംബക്കാർ, കൂട്ടുകാർ എല്ലാവരും മാറിപ്പോകും. ഞാനും എൻ്റെ ദൈവവും എന്നുള്ളൊരു ചിന്തയിലേക്ക് അബ്രഹാം എപ്പോൾ കടന്നു വന്നു? നമ്മളെ വാക്യത്തിൽ വായിക്കുന്നു, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുൾ ചെയ്തു. ഞാൻ 2 പ്രാവശ്യം അത് കേട്ടിരിക്കുന്നു. അപ്പോൾ അതായത് അബ്രഹാം ആ ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ തന്നെ, ആ യാഗം തൻ്റെ ഹൃദയത്തിൽ കൊടുത്തപ്പോൾ തന്നെ ദൈവം അബ്രഹാമിനൊരു ബലം കൊടുത്തു. ആ ബലത്തിൽ അവൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് തൻ്റെ മകനെ യാഗം കഴിപ്പാൻ കടന്നുപോയി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമെ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. ആ നിമിഷം വരെയും അബ്രഹാം എന്ത് ചെയ്തു? മകനും അപ്പനും എന്നുള്ള ബന്ധത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ദൈവം തന്നോട് എന്താണോ അരുളി ചെയ്തത് അതവിടെ നിവർത്തിക്കാൻ തക്കനിടയായി. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തെയാണ് ദൈവം നീതിയായി കണക്കിട്ടത്. അല്ലാതെ അത് അബ്രഹാം നേരത്തെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രസക്തി ഇല്ലാതായി പോവാണ്. അപ്പോൾ അബ്രഹാം ആ പറഞ്ഞപ്പോൾ തന്നെ തൻ്റെ മകനെ മാറ്റിവെച്ച് തൻ്റെ ദൈവത്തെ മാത്രം അവിടെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, അനുസരണം യാഗത്തേക്കാൾ ശ്രേഷ്ഠമേറിയതാണ്. അപ്പം ആദ്യം അബ്രഹാം അനുസരിച്ച് തൻ്റെ ഹൃദയത്തിൽ തന്നെ ആ യാഗം കഴിച്ചപ്പോൾ അതാ പിന്നീട് താൻ ഒരുക്കപ്പെട്ട ആ യാഗത്തേക്കാൾ തൻ്റെ അനുസരണം അവിടെ ശ്രേഷ്ഠമായി മാറുകയാണ്. അതുപോലെ ദൈവജനമേ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നിന്നും എൻ്റെ ജീവിതങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ
വീട്, എൻ്റെ സുഹൃത്തുക്കൾ, അതെല്ലാം മാറ്റിക്കൊണ്ട് ദൈവവുമായിട്ടുള്ളൊരു പൂർണ്ണമായൊരു ബന്ധത്തിലേക്ക്, ഒരു വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക്, എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിലോ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവത്തോടുള്ള ബന്ധം മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് നമുക്ക് ദൈവവുമായി എത്തിച്ചേരുവാൻ ദൈവമക്കൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ദൈവത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതിനായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവസരം നൽകിയ ദേവദാസനും ദൈവസഭയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ